നമസ്കാരം. മലയാളി വാർത്താക്കടയിൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ റൊണാൾഡ് ട്രംപ് നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി എന്നാണ്. ഇത് പലർക്കും ദഹിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മളെപ്പോഴും മനുഷ്യരൊരു പക്ഷം ചേർന്നേ ചിന്തിക്കത്തുള്ളൂ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ പല നീക്കങ്ങൾ നടത്തിയതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഒരു വിരോധമുണ്ട്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്താലും അത് തെറ്റായിട്ടേ കാണത്തുള്ളൂ. നമ്മൾ പഴയൊരു പഴഞ്ചൊല്ലില്ലേ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞാലേ ഉള്ളൂ. പക്ഷേ ഈ ഗാസ പീസ് കൊണ്ടുവരുന്നതിൽ ഡൊണാൾഡ് ട്രംപ് വഹിച്ച പങ്ക്, അതാണ് യഥാർത്ഥ രാജ്യതന്ത്രം എന്ന് പറയും. ഭരണാധികാരികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും, മികച്ച ഗുണങ്ങളും ട്രംപിനുണ്ട്. എന്നാൽ ചില പരിമിതികളുമുണ്ട്. അത് എല്ലാം തികഞ്ഞ ആരും ഇല്ലല്ലോ ഈ ലോകത്ത്. ഏത് ഭരണാധികാരി എപ്പോഴെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ വരുത്താതിരുന്നിട്ടില്ല. അത് നെപ്പോളിയൻ തൊട്ടായാലും അതെ, മുസോളിനി തൊട്ടായാലും അതെ, ഹിറ്റ്ലർ തൊട്ടായാലും അതെ. നമ്മൾ ഒരു കൃഷിസ്ഥലങ്ങളാണേലും അത് ഒരുക്കുമ്പോൾ അത് എന്ത് ചെയ്യാനാണെന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലായില്ല. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിനെ അറിയത്തുള്ളത് എന്തിനാണ്. നമ്മളൊരു വീട് കെട്ടാനായിട്ട്, ഒരു കെട്ടിടം കെട്ടാനായിട്ട് എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടെ ചെയ്താൽ അതും കാഴ്ചക്കാർക്ക് മനസ്സിലാകുകയില്ല ഇതെന്തിനു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ നടത്തുന്നത്. അതേപോലെ ഒരു വ്യവസായം തുടങ്ങാൻ, അല്ലെങ്കിൽ ഫാക്ടറിയോ അല്ലെങ്കിൽ ബിസിനസ്, ഒരു കച്ചവട സ്ഥാപനമാണേലും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നയാൾക്ക് അറിയത്തുള്ളൂ അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്. കാഴ്ചക്കാർക്ക് നമ്മൾ കാണുമ്പോൾ ചോദിക്കും, എന്താ പരിപാടി. അപ്പം മിക്കവർക്കും അറിയത്തില്ലായിരിക്കും ഇതെന്തിനാണെന്ന്. എന്ന് പറഞ്ഞാൽ ട്രംപ് ഭരണത്തിൽ കയറിയ അന്ന് തൊട്ട് ചില നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നടപടിക്രമങ്ങളിലെ ആദ്യത്തെ ആയിരുന്നു ഇറാന്റെ ആണവ നിലയത്തിൽ ബോംബിട്ടത്. അപ്പോൾ ഈ ഹമാസിനെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ, ഹമാസിന് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ താവളങ്ങളുണ്ട് ഇവർക്ക് ഗാസയിലല്ലാതെ. ഈ താവളങ്ങൾ സുരക്ഷിതമുള്ളിടത്തോളം കാലം അവർ കീഴടങ്ങത്തില്ല. അതാണ് അതിൻ്റെ പാഠം പഠിക്കേണ്ടിയിരുന്നത്. ലെബനനിലുണ്ടായിരുന്ന താവളത്തിലെ നേതാക്കന്മാർ ഒളിച്ചിരുന്നപ്പോൾ തകർത്ത് കൊന്നു. അവർക്ക് മനസ്സിലായി ഇനി ലെബനനിൽ രക്ഷയില്ല. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഒളിച്ചിരുന്നു. അതും മനസ്സിലായി അവർക്ക് രക്ഷയില്ല. ഇറാൻ എംബസിയും ഇസ്രായേൽ ആക്രമിച്ചു. ഇറാനിൽ ഒളിച്ചിരുന്ന ഹമാസിന്റെ നേതാവിനെയും അവിടെ പോയും വധിച്ചു. അപ്പൊ ഇറാനിലും രക്ഷയില്ല, ലെബനനിലും രക്ഷയില്ല, സിറിയയിലും രക്ഷയില്ല, ഗാസയിലും രക്ഷയില്ല. പിന്നെ ആകെ ഉള്ളത് ഖത്തറായിരുന്നു. ഖത്തറിലായിരുന്നു പല നേതാക്കളും ഒളിച്ചിരുന്നുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ താവളങ്ങൾ ഇറാനിൽ ഒളിച്ചിരുന്ന ഹമാസിനെ നേതാക്കളെ വകവരുത്തിയെങ്കിലും ഈ ഹമാസിന് ഉള്ള കംപ്ലീറ്റ് ധനസഹായം, ആയുധ സഹായം, ട്രെയിനിങ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഇറാനാണ്. അപ്പോൾ ഇറാനിലെ നേതാക്കന്മാരെ വധിച്ചെങ്കിലും ഈ സഹായങ്ങൾ കൊടുക്കുന്ന നിർത്തലാക്കണമെങ്കിൽ ഈ ഇറാൻ എന്ന ഇബിലീസിന്റെ നട്ടല് ഒടിക്കണം എന്ന് തോന്നും. പാമ്പിനെയാണെങ്കിൽ നമ്മൾ നട്ടലിൽ ഒടിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ എഴഞ്ഞു നീങ്ങത്തില്ല. പിന്നെ അവിടെ കിടന്ന് പത്തി വിടർത്തി, മൂർഖനൊക്കെയാണെങ്കിൽ പത്തി വിടർത്തി കിടന്ന് നാടത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ ആണവ നിലയങ്ങൾ, ഭൂഗർഭ നിലയങ്ങൾ വലിയ മലയുടെ അടിയിൽ ഉണ്ടാക്കി വെച്ച് ഇറാൻ വിചാരിച്ച ലോകത്തൊരു ശക്തിക്കും ആറ്റം ബോംബിനല്ലാതെ ഒന്നും തകർക്കണം. ഈ ആറ്റം ബോംബ് വിട്ടാലും ആ മല മുഴുവൻ തകരണമെന്നില്ല. ഈ മല അതുപോലെ പുറമേ നോക്കുമ്പം കാണും, പക്ഷെ മലയ്ക്ക് മൊത്തം ഒരു ഷേക്ക് ഉണ്ടായാൽ മതി. ഈ ഒരു 14 ബോംബുകളാണ് അവിടെ ഇട്ട് 1,00,000 കിലോയോളം എക്സ്പ്ലോസീവ്. അത് പൊട്ടി അതിൻ്റെ അകത്തെ സ്ട്രക്ചർ മുഴുവൻ കുലുങ്ങി തകർന്നു പറഞ്ഞാൽ അത് താഴോട്ട് ഇരിക്കത്തില്ല. അവിടെ അത് താഴോട്ട് വീണുകൊണ്ടിരുന്നാൽ മതി കുറേശ്ശെ. അത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ ഇനി പറ്റത്തില്ല. അപ്പം അത് കഴിഞ്ഞപ്പം ഇറാനും മനസ്സിലായി. ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഖമേനി ഇന്ന് വരെ ഇസ്രായേലിനെ ഞങ്ങൾ തകർക്കും, പൊട്ടിക്കും, ഇല്ലാതാക്കും എന്ന് അതിനു മുമ്പ് കഴിഞ്ഞ 2023 ഒക്ടോബർ തൊട്ടേ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഗാസയിലെ ആക്രമണം നിർത്തിക്കൂ, ഞങ്ങൾ അടിക്കും, ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ ബോംബിടും, നിങ്ങളെ കത്തിക്കും, ഈ ഭൂമുഖത്ത് കാണുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പോൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. അതെന്തുകൊണ്ടാ? അടിക്കേണ്ട പോലെ അടിച്ചാൽ ഏതവനും പത്തി താർത്തു. അപ്പൊ ഈ ഖത്തറിലെ
അഭയകേന്ദ്രമാണ് ഇവരുടെ പിന്നെ ഒരു തുരുപ്പിച്ചു ഹമാസിന്. അത് ട്രംപിനും നെറ്റാനിയാഹുവിനും ഒക്കെ മനസ്സിലായതുകൊണ്ടാണ് ഖത്തറിൽ തന്നെ ഒരു ആക്രമണം ഇവരുടെ ഇരുന്ന സ്ഥലത്ത് നടത്തിയത്. പക്ഷെ ഖത്തറുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം വെച്ച് അമേരിക്ക തന്നെ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ ഇവരുമായിട്ട് ഖത്തറുമായിട്ട് ഡെഫിനറ്റ് ഉണ്ടായിട്ടുണ്ട്. ഖത്തറിന് നേരത്തെ വിവരം കൊടുത്തത് ആക്രമണം വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവരെല്ലാം അവിടുന്ന് മാറി. എന്നാൽ ആക്രമണം നടത്തിയെന്നുമായി എന്ന ഹമാസിന്റെ കുറച്ച് നേതാക്കളെ അവിടെ ബാക്കിയും വെച്ചു. നെഗോഷിയേഷൻ ചർച്ച നടത്താൻ ആൾ വരും. അങ്ങനെയാണ് ഖത്തറും സുരക്ഷിതമല്ല എന്ന് ഹമാസിന് ഒരു സന്ദേശം കൊടുത്തു. അപ്പൊ പിന്നെ അവരവിടെ പോകും. പിന്നെയുള്ള തുർക്കിയാണ്, എർദോഗാനാണ്, തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗാനാണ് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കുറേ ചാട്ടം ചാടും. എർദോഗാനെ പ്രസിഡന്റ് ട്രംപ് അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അയാളും അവർക്ക് സാങ്ച്വറി, സുരക്ഷിത കേന്ദ്രം കൊടുക്കുകയില്ല എന്നുള്ള വാക്ക് കൊടുത്തു. അപ്പം ഇനി ഹമാസ് എങ്ങോട്ട് പോകും? പിന്നെയുള്ളത് ഇറാഖും അഫ്ഗാനിസ്ഥാനും. അവിടെ അവർക്ക് അത്ര ഫേവറബിൾ കാലാവസ്ഥയല്ല. അവർക്ക് തന്നെ അവിടെ പ്രോബ്ലംസ് ആണ്. അഫ്ഗാനിസ്ഥാനിലും പ്രോബ്ലം ഉണ്ട്, ഇറാഖിലും ഉണ്ട്. അപ്പോൾ അവർക്ക് അഡീഷണൽ ഒരു തലവേദന എടുത്തു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവൻ എർദോഗാനെ വിളിച്ചു വരുത്തി സംസാരിച്ചത് അതാ. അപ്പം ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു ഇത് എന്തോ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഖത്തറിനൊരു പേടി, ഹമാസ് തീവ്രവാദികൾ ഇനിയും ഗാസയിൽ നിന്ന് ഖത്തറിലോട്ട് പാരവെക്കുന്നതാണ്. അവിടുത്തെ ഖത്തറിലെ നേതാക്കന്മാരെയൊക്കെ വധിക്കുമെന്നുള്ളൊരു പേടി. ആ പേടിക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയാണ് അമേരിക്കയോട് പറഞ്ഞ് ഞങ്ങൾക്ക് സംരക്ഷണം തരണം. അതാണ് അമേരിക്ക പ്രസിഡന്റ് ഒപ്പിട്ടൊരു എക്സിക്യൂട്ടീവ് ഓർഡർ. ഖത്തറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അവർ ഞങ്ങളുടെ ശത്രുക്കളായിരിക്കും, ഞങ്ങൾ അവരെ ആക്രമിക്കും. അതിപ്പോൾ എല്ലാവരും ഇവിടുത്തെ കമ്മികളും മങ്കൂസുകളും നമുക്ക് വിചാരിച്ചു, അയ്യോ ഖത്തറിൽ ഇനിയിപ്പോൾ ഇസ്രായേലിന് ഖത്തറിനെ ആക്രമിക്കാൻ പറ്റില്ല, ഇസ്രായേലിനെ അമേരിക്ക ആക്രമിക്കും. ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടക്കുന്ന ആലോചനകളും തീരുമാനങ്ങളുമാണ്. അപ്പോൾ ഖത്തറിന് ഹമാസ് തീവ്രവാദികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് അമേരിക്ക ഉറപ്പ് കൊടുത്തത്. അപ്പോൾ ഖത്തറും ആ സൈഡിൽ ചെന്നു. ഈജിപ്തുകാർ ഈ ഖത്തറിലെ ബോംബിങ് കഴിഞ്ഞ ഉടനെ ഈജിപ്ഷ്യൻ സേന 100,000 സൈനികരെ വിന്യസിച്ചു. അവിടെ ടർക്കി അവിടെ മൊബിലൈസ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഇവിടുത്തെ കമ്മിക്കൂട്ടങ്ങളും ഈ മങ്കൂസുകളും പറഞ്ഞു, ഇതാ ഇപ്പൊ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നുചേരുന്നു, ഇപ്പൊ 3-4 ലോഹമായുധം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടായോ? ഈജിപ്തുകാർ അവിടെ മൊബിലൈസ് ചെയ്തത് സിമ്പിൾ കാര്യത്തിനാ. അതായത് ഹമാസിനെ ഇനി തകർക്കാൻ കനത്ത ബോംബിങ് നടത്താൻ പോവുകയാണ് ഗാസയിൽ. അപ്പോൾ അവിടുന്ന് അഭയാർത്ഥികളായിട്ട് പോകുന്നവർ അങ്ങോട്ട് കയറരുത്, അതിനെ തടയാനാണ് അവരവിടെ മൊബിലൈസ് ചെയ്തത്. അല്ല ഇസ്രായേലിനെ അവര് 67-ല് 73-ലൊന്ന് ആക്രമിച്ച പിന്നെ അവരുടെ സൂക്കേട് തീർന്നു. അവരുടെ പരിപ്പ് പിന്നെ വേഗത്തില്ല. 50 വർഷമായിട്ട് അവർ പൊങ്ങിയിട്ടില്ല, അവരിനിയും പൊങ്ങത്തുമില്ല. പക്ഷെ അവർക്കറിയാം വെറുതെ വടി കൊടുത്ത് അടിമേടിക്കും. ഇനി ഇപ്പോൾ ഇറാനും മനസ്സിലായി ഇനി വടി കൊടുത്ത് അടിമേടിക്കണ്ട. അന്നും ഖമേനിയെ രക്ഷപ്പെടുത്തിയത് ട്രംപാണെന്ന് ട്രംപ് പറഞ്ഞു. ഞങ്ങൾക്ക് വേണമെങ്കിൽ അയോട്ടുള്ള ഖമേനിയും കൊല്ലാമായിരുന്നു, അതുകൊണ്ട് ഇനി ഖമേനിയെ അനങ്ങത്തില്ല. അപ്പൊ ബേസിക്കലി ഹമാസ് തീവ്രവാദികൾ പോകാൻ ഒരു വഴിയുമില്ല കീഴടങ്ങാതെ. അതുകൊണ്ടാണ് ഇസ്രായേലി ഉടമ്പടിക്കൊക്കെ അവർ സമ്മതിച്ചത്. ഈ രാജ്യതന്ത്രം എന്ന് പറയുന്ന ഭരണതന്ത്രങ്ങൾ പഴയ കാലത്തെ രാജാക്കന്മാർ കേട്ടിട്ടില്ല, ഭയങ്കര തന്ത്രശാലികൾ, ചാണക്യന്മാർ പോലെയുള്ള ഉപദേശകരും അവർക്കുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ശത്രുവിനെ ആക്രമിക്കുമ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എസ്കേപ്പ് ചെയ്യുന്ന വഴികൾ ആദ്യം അടയ്ക്കണം. എസ്കേപ്പ് റൂട്ടുകൾ ഇപ്പൊ പണ്ട് കാലത്ത് 10, 50, 60, 70 വർഷം മുമ്പൊക്കെ ഈ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. അന്ന് ഈ കാട് പ്രദേശത്ത് താമസിക്കുന്ന ഈ കാട്ടുപന്നിയൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഇങ്ങനെയുള്ള പല മൃഗങ്ങളും ഉണ്ട്. ഒരു 10, 50, 100 ഏക്കർ കാടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ അകത്ത് മൃഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇതുങ്ങളെ പിടിക്കാനായിട്ട് 19 ആൾക്കാർ ഒന്നിച്ചു കൂടി ഈ വനത്തിൻ്റെ 3 സൈഡിൽ നിന്ന് ചെണ്ടയും ഡ്രമ്മും ഒക്കെ കൊട്ടി ബഹളം ഉണ്ടാക്കി അകത്തോട്ടി. അപ്പം മൃഗങ്ങൾ പേടിച്ച് ഈ ശബ്ദവും ബഹളവും ഇല്ലാത്ത 4ാമത്തെ വശത്തോടെ പുറത്തേക്ക്. അപ്പം അവിടെ തോക്കുധാരികൾ നിൽക്കും, എന്നിട്ട് വെടിയും വയ്ക്കും. ഒരു 2-3 എണ്ണത്തിനേലും കിട്ടും. 10-100 ഓടിപ്പോകുന്നതിന് കൂടെ 2-3 ഓട്ടത്തിൽ വെടിവെക്കും. ഇതൊക്കെയാണ് ഈ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ രാജ്യങ്ങളെയും സ്വന്തം വരുതിയിൽ വരുത്താൻ, അല്ലെ നേതാക്കന്മാരെ വരുതിയിൽ വരുത്താൻ ചില തന്ത്രങ്ങളുണ്ട്. അതാണ് ട്രംപ് ഉപയോഗിച്ച തന്ത്രങ്ങൾ. അതേപ്പറ്റിയാണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്.
ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി ആണേലും 2002 ഗുജറാത്ത് കലാപം ഉണ്ടാക്കി. സന്യാസികൾ സഞ്ചരിച്ച ട്രെയിനിൽ അവർ തന്നെ തീയിട്ട്, അവരിൽ തന്നെ ചാരന്മാർ തീയിട്ട് സന്യാസികളെ കൊന്നു. അത് മുസ്ലിമാണെന്ന് വരുത്തി തീർത്തി മുസ്ലിങ്ങൾക്കെതിരെ ലഹള നടത്തി. ആ കെയർ ഓഫിൽ അയാൾ അവിടെ മുഖ്യമന്ത്രിയായി 2 തവണ. ഇതാണ് ഈ മുന്നൊരുക്കം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബടക്കാക്കി തനിക്കാക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനികളെ സ്വന്തം പാർട്ടിയിലോട്ട് വരുത്താൻ ആദ്യം മണിപ്പൂരിൽ ഒരു 2 വർഷം കലാപം നടത്തി. എന്നിട്ട് അവരെ രക്ഷിക്കാൻ മോദി മാത്രമേ ഉള്ളൂ. 2 കന്യാസികളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ഒരാഴ്ച ജയിലിലിട്ടു. രക്ഷിക്കാൻ മോദിയേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുക. ഇനി BJP സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് സുരക്ഷിതം കാണുകയില്ല എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. ഇത് ഒക്കെ ഒരു തന്ത്രങ്ങളാണ്. അതായത് ഭരണം, അധികാരങ്ങൾ പിടിക്കാൻ എന്തും ആരെ എന്തും ചെയ്യും. അതുപോലെയാണ് മോദി ഈ പരിപാടി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ട്രംപ് ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നു. അടിക്കേണ്ടവർക്ക് അടിക്കണമായിരുന്നു, സപ്പോർട്ട് സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുന്നവരെ കെട്ടിപ്പിടിക്കണമായിരുന്നു, സംസാരിക്കുന്നവരുടെ അടുത്ത് സംസാരിക്കണമായിരുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിനെയും പിടിച്ച് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ എസ്കേപ്പ് റൂട്ടുകൾ അവസാനിപ്പിക്കണം. അതായത് ചാടിപ്പോകാൻ വഴിയുള്ള സ്ഥലങ്ങൾ അടച്ചു കഴിഞ്ഞ് ആക്രമിച്ചാലേ ശരിയാകത്തുള്ളൂ. ഇപ്പോൾ അഴിമതി നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും എല്ലാവരും, ഈയിടെ എൻ്റെ ഒരു വലിയ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, അഴിമതി എല്ലായിടത്തും അഴിമതി, പണ്ടേ അഴിമതി ആണ്. ഞാൻ പറഞ്ഞു അഴിമതിയുള്ള ഒരു സ്ഥലവും ഇല്ല ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു ഭരണാധികാരി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ന് വരെ കഴിഞ്ഞ 78 വർഷമായിട്ട് സമ്മതിച്ചിട്ടില്ല എൻ്റെ അധീനതയിൽ അഴിമതി ഉണ്ട്. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അഴിമതി നടക്കുന്ന എവിടെ? എല്ലാം അപ്പുറത്താണ്. അത് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണകക്ഷി നടത്തുന്ന എല്ലാം തെറ്റെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ മൂക്കിൻ്റെ താഴെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും മിണ്ടായിരിക്കും. സമ്മതിക്കാൻ പറ്റും അഴിമതി ഉണ്ടെന്ന്. സമ്മതിച്ചു കഴിഞ്ഞാൽ ചോദിക്കില്ല എന്ത് ആക്ഷൻ എടുക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അഴിമതി നടക്കാണ്ടിരിക്കണമെങ്കിൽ, അഴിമതി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിലവിളിച്ചിട്ട് കാര്യമുണ്ട്? കോഓപ്പറേറ്റീവ് ബാങ്കിലിട്ട് പൈസ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് എന്തോ കാര്യം? പിന്നെ കിടന്ന് വിലപിച്ചിട്ട്. ഇതൊക്കെ പോകുന്ന വഴികളുണ്ട്, ഒരു വേ ഉണ്ട്, അത് അതിന് മുമ്പേ കണ്ടെത്തി അടയ്ക്കണം. ഇപ്പോൾ അഴിമതി നടത്തേണ്ട വഴികൾ അടച്ചു വെക്കണം. ഇപ്പം ഞാൻ അഴിമതിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് 10-40 കൊല്ലം ജോലി ചെയ്തതാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത കോൺട്രാക്ടർമാരെല്ലാം ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാനുള്ളിടത്തോളം കാലം അങ്ങോട്ട് വരത്തില്ല. ഇവരുടെ അഴിമതിയുടെ വഴികളൊക്കെ ഞാനങ്ങ് അടയ്ക്കും. ആദ്യം അടച്ചു കഴിഞ്ഞ് ഇവർ അഴിമതിയായിട്ട് രക്ഷപ്പെട്ടു പോകാൻ ചെല്ലുമ്പോൾ അതവിടെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നതാണ്. അപ്പം അവർക്കൊക്കെ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ രാജ്യതന്ത്രമാണ്. നമ്മൾ രാജ്യത്തെ ഇടപെടുമ്പോൾ അവരെ അടിച്ച് വീഴിക്കണം. അങ്ങനെയാണ് മോദീനെ വീഴിക്കാൻ ട്രംപ് പഠിച്ച പണി 18 നോക്കുന്നത്. ഈ V1 വിസ, ഈ താരിഫൊക്കെ മോദീനെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷെ മോദി തൻ്റെ ഉള്ളതായതുകൊണ്ട് നമുക്ക് അമേരിക്ക അത്ര ഡിപ്പെൻഡബിൾ അല്ലാത്തതുകൊണ്ടാണ് അതിന് വഴങ്ങാത്തത്. ബാക്കി പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളെല്ലാം വഴങ്ങി. ഇപ്പോൾ ട്രംപ് അതിനു മുമ്പ് പുട്ടിനുമായിട്ട് കാഴ്ചപ്പാട് നടത്തി, പുട്ടിനുമായിട്ട് ഈ വെസ്റ്റ് ഏഷ്യ സംസാരിച്ചു. ആ പുട്ടിനെയും കൂടെ ചേർത്തു. അതേപോലെ സീപിങ്ങിനെയും, ചൈനയിലെ പ്രസിഡന്റിനെയും. അപ്പം ഇങ്ങനെ പുള്ളി ഒരു ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞ് 6 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു ട്രംപ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ചാടുന്നു അങ്ങനെ പറയുന്നത്. അതാണ് തന്ത്രം. പുള്ളി ഈ ഗാസ പീസിന് വേണ്ടിയിട്ട്, ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. അതിന് സ്വന്തം കക്ഷി ചേർക്കേണ്ടവരെ ചേർത്തു. ഇനിയും ബലമായിട്ട് ചേരിയല്ലാത്തവരെ അടിച്ചൊതുക്കി ചേർത്തു. അവർക്ക് ഇപ്പം ഹമാസ് തീവ്രവാദികൾ മാത്രമേ ഉള്ളൂ ചേരാൻ ഏറ്റവും മടി കഴിച്ചു. അവർക്ക് പല താവളങ്ങളുണ്ട്. അവിടെയൊക്കെ താവളം സേഫ് അല്ല എന്ന് വരുത്തി തീർന്നു. പിന്നെ അവിടെയുള്ള രാജ്യങ്ങളെ പുള്ളി കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ആരും ഇല്ലല്ലോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ തന്ത്രമാണ് ആർക്കും മനസ്സിലാതെ പോയി. ട്രംപിനെ ചുമ്മാ കിടന്ന് ചീത്ത വിളി, കുറ്റം പറയും. ട്രംപിന് ഇഷ്ടമില്ല. ട്രംപിൻ്റെ നിലപാടുകളാണ് യഥാർത്ഥ രാജ്യസ്നേഹികളുടെ നിലപാട്. ഇപ്പോഴാണ് അനധികൃതമായിട്ട് കുടിയേറിയ എല്ലാവരെയും രാജ്യത്ത് നിന്ന് പിടിച്ച് ഒഴിവാക്കണം. നമ്മൾ ചെയ്യേണ്ട അതാ. ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും
പാകിസ്ഥാനിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വന്നവർ അവിടെ കിടക്കുക കോടിക്കണക്കിന്. ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കണം. അവരവരുടെ രാജ്യത്ത് പോയി ജീവിക്കട്ടെ. അപ്പം നമ്മളെപ്പോലെ എല്ലാ രാജ്യവും ഇതുപോലെ ഒരു ഗാർബേജ് ബിന്നായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. വരുന്ന എല്ലാവരും ഇങ്ങോട്ട് പോരാ, ഇവിടെ വന്ന് എന്ത് വേണം ചെയ്തു സാധ്യമല്ല. അപ്പോൾ ട്രംപിൻ്റെ നിലപാട് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നല്ല നിലപാടാണ്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ട്രംപ് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ നൂറ്റാണ്ട് കണ്ട പല നേതാക്കന്മാരിലെയും ഏറ്റവും ഉന്നതനാണെന്ന് പറയും. അതേപോലെ ചില നമ്മുടെ രാജ്യത്ത് നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മോദി, പിണറായി വിജയൻ, ഇവരൊക്കെ നല്ല ഭരണകർത്താക്കളാണ്. അതേപോലെ പക്ഷേ ഇവരെക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന അതിപ്പോൾ എല്ലാ ഒന്നാം സ്ഥാനത്തുള്ളവരിലെ നമ്പർ 1. ഒരേ മാർക്ക് കിട്ടുകയാണെങ്കിലും നമ്മൾ ഇപ്പം മെഡലുകളാണേലും സ്വർണ്ണം ഒന്നിച്ച് എല്ലാവർക്കും ഒരുപോലെ ആയി, പിന്നെ വെള്ളി ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് നോക്കിയിട്ട് ഒന്നാം സ്ഥാനം നിശ്ചയിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. ഈ എല്ലാം കൂട്ടി നോക്കിയിട്ട് അതിൽ ഒന്നാമൻ ട്രംപ്. നമസ്കാരം. വിശകലനം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഞാൻ ക്യാപ്റ്റൻ ജോയ്.